ഒരു സെക്കൻഡ് അവളെ മുറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ടേപ്പുകൾ വലിഞ്ഞു പൊട്ടുന്ന ശബ്ദം കേൾക്കാം. സംഭവം കയ്യിൽ നിന്ന് പോയി. പെണ്ണിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചല്ലേ. പല എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട്. ഇനിയും നിന്ന പണിയാ. സിഗ്നൽ പുറത്ത് കാണും. ഉടനെ ഹീറോ പൊന്തക്കാട്ടിലേക്ക് ചാടി മാറിയിട്ട് എനിക്ക് പെട്ടെന്നൊന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കും. ഇതൊന്ന് തണുക്കുന്നവരെ, എഞ്ചിനൊന്ന് തണുക്കുന്നവരെ. ഇങ്ങോട്ട് വരല്ലേ, അടുത്ത എവിടെയെങ്കിലും ഫാൻസി കടയുണ്ടോ? എനിക്ക് കാർഡ്ബോർഡ് ഒട്ടിക്കാൻ കുറച്ച് പ്ലാസ്റ്റർ വേണമായിരുന്നു, അത് വാങ്ങിച്ചിട്ട് നമ്മൾ പോയാൽ മതി എന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് എഞ്ചിൻ തണുത്ത് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോവുക. അത് കഴിഞ്ഞ് പിറ്റേന്ന് ജോലിക്ക് വരുമ്പോൾ റെസ്റ്റ് റൂമിൽ വെച്ച് സിയോങ്കിനെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും കുശലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിയോങ്കി എന്തോ ഹീറോയുടെ മുഖത്ത് കണ്ട് ഞെട്ടുന്നത്. താൻ പിടിക്കപ്പെട്ടോ എന്ന് വിചാരിച്ച് അവൻ പേടിക്കുമ്പോൾ കണ്ണി വയ്ക്കുന്ന എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് അവൾ കണ്ട് എടുത്തു മാറ്റിയത്. അത് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്ത, എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞെങ്ങനെയോ ആ സീനിൽ നിന്ന് ഹീറോ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് സിയോങ്കിനോട് ചോദിക്കും, നിനക്ക് ശരിക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? ഒരു ബോയ് ഫ്രണ്ട് വേണമെന്ന് തോന്നിയിട്ടില്ല? അത് കേട്ട് സിയോങ്കി പറയും, ഞാൻ ഈ ജോലി കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി ഒരു വീട് വെക്കണം, സ്വന്തമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം. അതിനിടയ്ക്ക് എവിടുന്ന്? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാ. നന്നായിട്ട് സംസാരിക്കണം, പരസ്പരം മനസ്സിലാവണം, ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കണം, നിങ്ങളെപ്പോലെ. അത് കേൾക്കുമ്പോൾ ഹീറോ ചിരിച്ചിട്ട്, ഞാൻ ഹവായി പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട്, നീ അത് കേൾക്കുമെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും, പോയിട്ട് വായോ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് സിയോങ്കി പോവാണ്. അത് കഴിയുമ്പോൾ ഹീറോ വിമാനത്തിലേക്ക് വരുന്നു. കൂട്ടുകാരൻ പൈലറ്റും ഉണ്ട്. യാത്രക്കാരെല്ലാം ബോർഡിംഗ് ആയി. ഇനി ഇവര് പറന്നു തുടങ്ങാം. ഫ്ലൈറ്റ് എടുത്തു. ഈ കൂട്ടുകാരൻ പൈലറ്റിന്റെ പ്രസംഗം തുടങ്ങി. സഹിക്കാൻ പറ്റാതെ ഹീറോ മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരനാണെങ്കിൽ, ഞാൻ എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെപ്പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. പലപ്പോഴും നീ എനിക്ക് സിഗ്നൽസ് തന്നിട്ടുണ്ട്, എന്നിട്ടും എന്നെ അടുക്കാൻ സമ്മതിക്കുന്നില്ല. അതെന്താ അത്? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ഹീറോ പറയും, മനസ്സിലാവില്ല, കാരണം ഞാനൊരു ആണാണ്. ഫ്രണ്ട് പൈലറ്റ് ഷോക്കായിട്ട്, എന്താ പറഞ്ഞ്? ക്യാപ്റ്റൻ, നിങ്ങളൊരാണാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പെണ്ണായി എന്നെ മനസ്സിലാവത്ത് എന്നിങ്ങനെ പറഞ്ഞ് തന്നെ ഹീറോ മാറ്റി പറഞ്ഞ് ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും യാത്രയാവുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ എക്സ്ട്രീംലി ചേഞ്ച് ആവും. വലിയ വലിയ ഐസ് കെട്ടികളൊക്കെ വന്ന് പതിക്കുന്നു. ഭയങ്കര കാറ്റും പൊടിയും മിന്നലും. ഇവർക്ക് കണ്ണ് കാണില്ല. പെട്ടെന്നാണ് വിമാനത്തിന്റെ 2 എഞ്ചിനും ഈ വെതറിപ്പെട്ട് കത്തിക്കരിഞ്ഞു പോകുന്നത്. വിമാനത്തിന്റെ ഫുള്ള് കൺട്രോളും ലോസ്റ്റായി. അത് താഴത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുക. യാത്രക്കാരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ക്യാബിനിലെ ഒരാൾ ചോദിക്കും, സാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുക. അപ്പൊ ഈ കൂട്ടുകാരൻ ക്യാപ്റ്റൻ ആണെങ്കിൽ പെട്ടെന്ന് സീൻ മാറിയപ്പോൾ പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ആള് പതറിപ്പോയി. അയാൾ മാനുവൽ എടുത്ത് അവിടെ കുത്ത് ഇവിടെ തിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്ക് എന്നെ വ്യക്തമല്ല എന്താ ചെയ്യേണ്ടതെന്ന്. അയാൾ യാത്രക്കാരോട് പറയും, നമ്മളെല്ലാം ചാവാൻ പോവാന്ന്. ഇയാൾ പേടിച്ച് ബാക്കിയുള്ളവരെയും പേടിപ്പിച്ച് ആകെ മൊത്തം വിറച്ച അവസ്ഥയിലാണ് സീന്. അപ്പൊ ഹീറോ ആണെങ്കിൽ താൻ പെൺവേഷത്തിലുള്ളതാന്നൊക്കെ മറന്ന് കൺട്രോൾ റൂമിലേക്ക് ആൺസ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങും. ഇത് കേട്ട കൂട്ടുകാരൻ, നിന്റെ ശബ്ദം എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്? നീ ശരിക്കും ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോ എഴുന്നേറ്റ് അവന്റെ മോന്തയ്ക്കൊരു കുത്തു കൊടുത്ത് അവനെ ബോധം കെടുത്തിയിട്ട് മുഴുവൻ കൺട്രോളും ഹീറോ കയ്യിലേക്ക് എടുക്കും. വിമാനം നിലത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. ചെക്കൻ കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിലായിരിക്കും. അവന്റെ ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടി നഴ്സുമാരെടുത്ത് കിടത്തുക. ഡോക്ടർ ബോഡി പരിശോധിച്ച പണി കിട്ടി. ഭാഗ്യത്തിന് അപ്പത്തേക്കും ബോധം വന്നു കഴിഞ്ഞു. ഹീറോ മെല്ലെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ പരിശോധിക്കണ്ട, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. പക്ഷെ നഴ്സുമാര് സമ്മതിക്കില്ല. മാഡം, നിങ്ങൾ അബോധാവസ്ഥയില, ശരീരത്തിൽ എവിടെയെങ്കിലും കുഴപ്പമുള്ളത് പറയില്ല, വന്ന് കിടക്കൂന്ന് പറയുമ്പോൾ ഹീറോ 2 പുഷപ്പൊക്കെ എടുത്ത് കാണിച്ചിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പോവാണ്, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് മാറുമ്പോൾ ഈ നെഞ്ചത്ത് വെച്ചിട്ടുള്ള ഇംപ്ലാന്റ് ഒരെണ്ണം നിലത്തേക്ക് വീഴും. നഴ്സും ഡോക്ടറും കണ്ട് ഞെട്ടി നിൽക്കുക. ഹീറോ ഒന്നും പറയാതെ നൈസായിട്ട് ആ ഇംപ്ലാന്റ് കയ്യിലെടുത്തിട്ട്, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി ആശുപത്രിക്ക് വെളിയിലെത്തി. പക്ഷെ അവിടെയാണ് അതിലും വലിയ പണി. യാത്രക്കാരെ രക്ഷപ്പെടുത്തിയ പൈലറ്റ് ഇതാണ്, എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ട് ഒരു 100ഓളം പത്രക്കാർ അവരിടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയില്ല. എല്ലാവരും ചറപറ ഫോട്ടോ എടുക്കുന്നുണ്ട്. കയ്യിലാണെങ്കിൽ ഇംപ്ലാന്റും വെച്ചിരിക്കുക. മാഡം, ആശുപത്രിയിൽ നിന്ന് പോരുത്, തിരിച്ചു വരുമെന്ന് പറഞ്ഞ് നഴ്സുമാർ പുറകെ ഓടി വരുന്നുണ്ട്. ഈ പത്രക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, നഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ആ ഇംപ്ലാന്റ് ഇപ്പം എന്താ ചെയ്യും? അതാ നഴ്സിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഹീറോ അവിടുന്ന് ഓടി മാറാൻ നോക്കുക. ഈ പത്രക്കാർ വിടുന്നില്ല. ഭാഗ്യത്തിന് ഇവന്റെ എയർലൈൻസിലെ ആൾക്കാർ അവര് സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് വന്ന് ഹീറോയെ രക്ഷപ്പെടുത്തി ഒരു കാറിനകത്ത് കയറ്റി. അപ്പൊ ഈ കാറിനകത്താണെങ്കിൽ ഹീറോന്റെ പുതിയ എയർലൈൻസ് കമ്പനിയുടെ MD ഉണ്ട്. യാത്രക്കാരെ എല്ലാം രക്ഷപ്പെടുത്തിയ ഹീറോയുടെ ന്യൂസ്, 100ഓളം യാത്രക്കാരെ ഒരു ലേഡി പൈലറ്റ് രക്ഷപ്പെടുത്തി എന്നുള്ള ന്യൂസ് ഹോട്ട് ലൈനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് MD വായിച്ച് പറയുമ്പോൾ ഹീറോ കൂട്ടുകാരൻ പൈലറ്റിന് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ കോമയിൽ കിടക്കുക. ഇപ്പൊ ഇവരുടെ എയർലൈൻസ് കൊറിയയിൽ തന്നെ നമ്പർ 1 എയർലൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ എയർലൈൻസിന് വലിയ പേരാ. അതുകൊണ്ട് ഞാനും വളർന്നു, ഇപ്പൊ ഞാൻ നിന്നെയും വളർത്താൻ പോകുന്നു. നീ ഇനി കോ പൈലറ്റ് അല്ല, നമ്മുടെ കമ്പനിയിലെ സീനിയർ പൈലറ്റ് ആണ് എന്ന് MD പറയും. ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമായി. പിറ്റേന്ന് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. താൻ ആ യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ജീവൻ പണയം വെച്ച് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. അങ്ങനെ ലേഡി പൈലറ്റ്
ആ നാട്ടിലെ വമ്പൻ ഹീറോ ആയി. അനിയത്തിക്കുട്ടിയാണെങ്കിൽ ഈ ന്യൂസ് TV കണ്ടിട്ട് ഞാനിട്ട മേക്കപ്പും വെച്ചിട്ട് നീ ഇത്രയും വലിയ ആളായോടി, എനിക്ക് പോലും ആവാൻ പറ്റില്ലല്ലോ എന്ന് കമന്റൊക്കെ പറയാം. ഈ നേരത്താണ് സിയോങ്കി ഏതോ നാട്ടിൽ നിന്ന് ഹീറോനെ വിളിക്കുക. ഞാൻ ന്യൂസ് കണ്ടിരുന്നു, കണ്ട് പേടിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നിങ്ങൾ ഓക്കെ അല്ലേ? ഹീറോ പറയും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ, കഥകളെല്ലാം വന്നിട്ട് പറയാം, നേരിട്ട് വായോ, ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പം അനിയത്തി അവിടെ കാത്തിരിപ്പുണ്ട്. ഞാനിവിടെ നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് പേടിച്ച് കാത്തിരിക്കുമ്പോൾ നീ പെണ്ണുങ്ങളെ കൂടെ സൊല്ലിട്ടാണോടാ വരുന്നത്, എന്നെക്കുറിച്ച് ആലോചിച്ചോ, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞാൻ ആകെ പേടിച്ചു പോയി. ഹീറോ അനിയത്തിയെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ പെണ്ണെ, എന്തിനെങ്ങനെ പേടിക്കുന്നു, ചേട്ടൻ്റെ മേലെ അത്ര സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ വീടിൻ്റെ കടം മൊത്തം ഞാൻ ഒറ്റയ്ക്ക് അടച്ചു തീർക്കണ്ടേ, അതാലോചിച്ച് പേടിച്ചാന്ന് പറയും. ഇവനെ കെട്ടിപ്പിടുത്തം വിട്ടിട്ട് ആ വിമാനത്തിൽ കിടന്ന് ചത്താ മതിയായിരുന്നു, ഇങ്ങനെയുള്ള ജന്മങ്ങളുടെ കൂടെ ജീവിക്കണ്ടായിരുന്നു, ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോവും. അത് കഴിയുമ്പോൾ ഹീറോ ആയ ലേഡി പൈലറ്റ് ആ നാട്ടിലെ വലിയ മോഡലുമായി. എല്ലാ പരസ്യക്കാരും അവരെ പ്രൊഡക്റ്റിന്റെ പരസ്യത്തിന് ഹീറോനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വലിയ സംഭവമായ ഹീറോനെയും സിയോങ്കിനെയും MD വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു ചരിത്രം എഴുതാൻ പോകുന്നു. നമ്മുടെ പുതിയ വിമാനത്തിൽ ക്യാബിൻ ക്രൂ മുഴുവനായിട്ട് ലേഡീസ് ആയിരിക്കും. അതിൽ സീനിയർ പൈലറ്റ് ഹീറോയും കോ പൈലറ്റ് സിയോങ്കിയും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത്. നിനക്ക് സന്തോഷമായില്ലേ? നിന്നെ കോ പൈലറ്റ് ആക്കിയതുകൊണ്ട് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുക MD. സിയോങ്കി പറയും ഹേ എനിക്കെന്തിനാ സങ്കടം, ഹൻജോമി എന്നെക്കാളും നല്ല പൈലറ്റാ, അവർ തന്നെ ആയിക്കോട്ടെ സീനിയർ പൈലറ്റ്. അപ്പൊ MD ചോദിക്കും നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരാണല്ലേ, അങ്ങനെയാണെങ്കിൽ സിയോങ്കി എങ്ങനെയാണ് ഈ എയർലൈൻസിലേക്ക് വന്നതെന്നുള്ള കഥയും നിനക്കറിയാമല്ലോ. ഹീറോ പറയും ഇല്ല എനിക്ക് അറിയില്ല എന്ന്. ആഹാ, പഴയൊരു ഇൻസിഡന്റ് ഇല്ലേ, കൊറിയൻ എയർലൈൻസിന്റെ MD സ്ത്രീകളെ അപമാനിച്ച ഇൻസിഡന്റ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന സംഭാഷണം റെക്കോർഡ് ചെയ്ത് മറ്റാരുമല്ല, സിയോങ്കിയാ. സിയോങ്കി കൊറിയൻ എയർലൈൻസിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്നു. അവളപ്പം ന്യൂ ജോയിനിയാ. ആ സമയത്താണ് ഇൻസിഡന്റ് സംഭവിക്കുന്നത്. പെണ്ണുങ്ങളെ അപമാനിച്ച് സംസാരിച്ചുകൊണ്ട് സിയോങ്കി ആയിരുന്നു ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വൈറലാക്കിയത്. അത് ഇവളാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി ഈ ഹാനെയറിലെ MD അവളെ ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ ജോലി കൊടുക്കുകയായിരുന്നു. കാരണം എതിരാളിയുടെ കമ്പനി അടിച്ചു പൊളിച്ചുള്ളാണല്ലോ, അതുകൊണ്ട് ഇവൾക്ക് ഇവിടെ ഒരു ജോലി കൊടുത്തു. ഈ സത്യം മനസ്സിലാക്കി ഹീറോ ഞെട്ടിപ്പോ. സിയോങ്കി പറയും മേഡം ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും സംസാരിക്കില്ല എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ദയവ് ചെയ്തത് വിട്ടേക്കൂ. മേഡം ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോവും. ഹീറോ ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. സിയോങ്കി പറയും എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നു, അതൊരു ദേഷ്യം കൊണ്ട് ചെയ്താ, അവിടുത്തെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, വീണ്ടും എനിക്ക് പറക്കണം, വിമാനം പറത്തണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ എയർലൈൻസിലേക്ക് വന്നത്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും നീ ചെയ്തൊരു പ്രവൃത്തി കൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു പൈലറ്റിന്റെ ജോലിയാ പോയത്. അയാൾ അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല, ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ ഡിവോഴ്സ്ഡ് ആയി, കുഞ്ഞിന്റെ കസ്റ്റഡി നഷ്ടപ്പെട്ടു, പണമില്ലാതെ ദരിദ്രനായിട്ട് മാറി. ഒരു പ്രൈവറ്റ് മൂവ്മെന്റ് ആണ് നീ റെക്കോർഡ് ചെയ്ത് പബ്ലിക് ആക്കിയത്. അത് കേൾക്കുമ്പോൾ സിയോങ്കി പറയും അത് ആരുടെയോ കഥയല്ലേ, നമ്മൾ ഇതിന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, താൻ ഹവായി പോയി വന്നതിന് ശേഷം എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അത്? ഹീറോ എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാനത് മറന്നുപോയി, പക്ഷെ ഇപ്പം മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കി, തന്നെ പോലുള്ള ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്, ഞാൻ പൊക്കോട്ടെ, എനിക്ക് മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് മാറിപ്പോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് മോനെ വന്ന് കണ്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്, സിയോങ്കി അവനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഉടനെ ഹീറോ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ലേഡി വസ്ത്രമൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് സിയോങ്കി അങ്ങോട്ട് വരുന്നത്. കുറച്ച് നാളായിട്ട് നിങ്ങൾ ലീവാണല്ലോ, എന്തു പറ്റി, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ചോദിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോൾ ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നുമല്ല, ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, പിന്നെ കുറച്ച് നാൾ ലീവ് എടുക്കാന്ന് വെച്ചു, ഒന്ന് റിലാക്സ് ആവാലോ, അതുകൊണ്ട് ലീവ് എടുത്താന്ന് പറയും. അപ്പോഴാണ് ടൂറ് പോയ മമ്മി തിരിച്ചു വരുന്നത്. ഹീറോ ഈ അവസ്ഥയിലായ കാര്യം അമ്മയ്ക്കറിയില്ലല്ലോ. ഹീറോ ആണെങ്കിൽ മുഖമൊക്കെ പൊത്തി മാറി നിൽക്കുക. അമ്മ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് ഓടി വരും. ആ TV ന്യൂസിൽ കണ്ട എയർ ഹോസ്റ്റസ് എനിക്ക് മനസ്സിലായി, അയ്യോ എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ലവ് സിമ്പിളൊക്കെ വെച്ച് അമ്മ ഹീറോയുടെ കൂടെ 1-2 സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അനിയത്തി വരിക. അവൾക്ക് ഇവരെ സീൻ കണ്ടിട്ട് എന്താ നടക്കണേന്ന് മനസ്സിലാവില്ല. പിടിക്കപ്പെട്ടു എന്നാണ് അവൾ ആദ്യം വിചാരിക്കുക. പക്ഷെ ഹീറോ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അവർക്ക് പരസ്പരം അറിയാത്തതുപോലെ നടിക്കുമ്പോൾ അമ്മ ഹീറോ ആയ ലേഡീനെ വീട്ടിലേക്ക് വരൂ, ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒപ്പം കൂട്ടുകാരി സിയോങ്കിനെയും കൊണ്ടുപോകുന്നുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഈ സമയത്ത് എൻ്റെ മകൻ എവിടെ പോയതാണോ, ഒരു പ്രധാനപ്പെട്ട ആള് വന്നിട്ട് കാണിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് മകനെ വിളിക്കും. ഹീറോ ഞെട്ടിപ്പോവും, കാരണം അവനല്ല കോള് വരുന്നത്. പെട്ടെന്ന് വേറെ ആരുടെയോ കയ്യിൽ നിന്ന് കോള് വരുന്നത് പോലെ ഫോൺ എടുത്ത് നിന്നോട് എത്ര തവണ പറഞ്ഞു എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ലെന്ന്, മേലി വിളിച്ച് പോരുതെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കളയും. അമ്മയുടെ കോളും കട്ടാവുന്നുണ്ട്, പക്ഷെ അമ്മ വിട്ടുകൊടുക്കില്ല, വീണ്ടും വിളിക്കുന്നു. വീണ്ടും ഹീറോയ്ക്ക് കോള്. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് ഈ ശല്യക്കാരൻ എന്നെ വിട്ടു പോകുന്നില്ല, എന്റെ പുറകെ തന്നെ വരിക എന്ന് പറഞ്ഞ് ഫോൺ തല്ലി പൊട്ടിച്ച് ചവിട്ടി മെതിച്ച് അതിന്റെ സൗണ്ട് വരാതാക്കുക. എന്നാലും അത് റിങ് അടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഇപ്പൊ അവസാനം ഓഫായി. ഇതെല്ലാം കഴിയുമ്പോൾ അമ്മ പറയും അടുത്ത ആഴ്ച എനിക്ക് 70 വയസ്സാവുന്നു, ഞാൻ ഇത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും എന്റെ മരുമോള് എനിക്ക് വേണ്ടി ഒരു ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അതിലേക്ക് ക്ഷണിക്കുന്നു, ഉറപ്പായിട്ടും വരണം എന്ന് പറയും. എനിക്ക് വേറെ കൂട്ടുകാരൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ സിയോങ്കി ചോദിക്കും അമ്മ ഇത്രയും ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആണല്ലോ, എന്നിട്ട് കൂട്ടുകാരൊന്നും ഇല്ലെന്ന് പറയുന്നത് കള്ളമല്ലേ?
അത് കേൾക്കുമ്പോൾ അമ്മ പറയും, കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ചത്തുപോയി, ഇപ്പൊ ആൾക്കാരൊന്നുമില്ല, അതോട് നിങ്ങൾ ഉറപ്പായിട്ടും വരണം. ഇവര് വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കും. കട്ട് ചെയ്ത അടുത്ത സീനിൽ അമ്മയുടെ 70ാം പിറന്നാൾ. അതിന് പെൺവേഷം കെട്ടിയ ഹീറോയും ഉണ്ട്, ഹീറോയുടെ അനിയത്തിയും ഉണ്ട്, പിന്നെ നമ്മുടെ സിയോങ്കിയും ഉണ്ട്. അനിയത്തിയാണെങ്കിൽ ബിയർ കുടിച്ച് എൻ്റെ മമ്മി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർത്തിയത്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരുന്നു. അപ്പം അമ്മച്ചി പുറകെ വന്ന് അവളെ പുറത്തിനിട്ടൊരു അടി കൊടുക്കും, ഒരുപാട് വെള്ളമടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പേരക്കുട്ടിയോട് നിന്റെ അച്ഛനെ കണ്ടായിരുന്നോ, അവൻ എന്താ ഇനിയും വരാത്തെന്ന് ചോദിക്കും. പേരക്കുട്ടി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പെൺവേഷം കെട്ടിയ ഹീറോനെ നോക്കുന്നുണ്ട്. അവന് മനസ്സിലായി അപ്പനേതാ ആളെന്നുള്ളത്, ബാക്കിയുള്ളവർക്കാണ് തിരിയാത്തത്. അമ്മ കുറേ നേരമായി മകനെ പ്രതീക്ഷിച്ചിരിക്കല്ലേ, അതുകൊണ്ട് വേഷം മാറാൻ വേണ്ടി ഹീറോ എനിക്ക് പീരിയഡ്സാ, ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറയും. അത് കേട്ട് സിയോങ്കി ആണെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മരുന്നെടുത്തുകൊണ്ട് വരാം, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് മരുന്നെടുക്കാൻ പോകും. അപ്പം അനിയത്തി വെള്ളടിച്ച ഫിറ്റില് ഇങ്ങനെയൊക്കെ ഒരു ജീവിതം ജീവിക്കണോടാ മാനം കെട്ടവനെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഹീറോ അവളുടെ വാക്ക് കേൾക്കാതെ ബാത്റൂമിലേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് പെൺവേഷം മാറി കോട്ടും സൂട്ടും ഗ്ലാസും ധരിച്ച് പെണ്ണിനെ പോലെ തന്നെ ഓടി വരുന്നുണ്ട്. ഓടി വന്ന് അതേ സീറ്റിൽ ഇരിക്കുമ്പോൾ സിയോങ്കി ഹീറോനെ കണ്ടിട്ട് അമ്മയുടെ പിറന്നാളിന് വേറെ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പോയതുകൊണ്ടാണോ ഇത്രയും സമയം വൈകിയത് എന്ന് ചോദിക്കും. ഹീറോയുടെ ചുണ്ടലിലെ ലിപ്സ്റ്റിക് കണ്ടിട്ട് അവൻ ഏതോ പെണ്ണിനെ ഉമ്മ വെച്ചിട്ട് വരികയാണെന്നാണ് സിയോങ്കി വിചാരിച്ച്. അപ്പൊ ഹീറോ എന്നെ തനിക്ക് അറിയാമോ, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ എന്ന് പറയാണ്. സിയോങ്കി പറയും, ഞാൻ കൊറിയൻ എയർലൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നിങ്ങളെ കണ്ട പരിചയമുണ്ടെന്ന്. അത് കഴിയുമ്പോൾ മമ്മി ഏതൊരു കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് വരും. നീയാണോടാ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ലേഡി പൈലറ്റ് എവിടെ, അവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, ഞാൻ അതിനെയാണ് ഇവളെ വിളിച്ചോണ്ട് വന്ന്. എവിടെ പോയി ആ പെണ്ണെന്ന് ചോദിക്കും. ഹീറോ ദാണ്ട ആ ഗ്രൂപ്പിനിടയിൽ ഉണ്ടായിരുന്നവര്, ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും ബാത്റൂമിലേക്ക് ഓടിപ്പോകും വസ്ത്രം മാറാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ ഹീറോ അവന്റെ കയ്യിൽ പേഴ്സ് മറന്നു വെച്ചിട്ടാ പോകുന്നു. അതൊരു ലേഡി പേഴ്സാണ്. സിയോങ്കി ആ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഹീറോയുടെ പഴയ ID കാർഡും പുതിയ വേഷം മാറിയ ലേഡിയുടെ ID കാർഡും അതിനകത്തുണ്ട്. സോ അവൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി ഹീറോയാണ് വേഷം മാറി ലേഡിയെ പോലെ ലേഡി പൈലറ്റായിട്ട് നടക്കണേന്ന്. ബാത്റൂമിൽ നിന്ന് വസ്ത്രമൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വാഷും കഴിഞ്ഞ് ഇറങ്ങി വരിക. കാലും കാണിച്ച് സെക്സി ആയിട്ടൊരു പെണ്ണ് ആണുങ്ങളെ ബാത്റൂമിൽ ഇരിക്കുന്ന കാണുമ്പോൾ അയാൾ പേടിച്ചിറങ്ങി ഓടും. അത് കഴിയുമ്പോൾ ഹീറോ വേഷം മാറി വരുന്നു. അമ്മയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വീണ്ടും വേഷം മാറി പഴയ സീറ്റിലേക്ക് തന്നെ വന്നിരിക്കും. അപ്പോഴാണ് ഈ പേഴ്സ് തിരിച്ചു കിട്ടുക. സിയോങ്കി കണ്ട കാര്യം അവൻ അറിയില്ല. അത് കഴിഞ്ഞ് മകനെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവനെയും കൂട്ടി പഴയ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ്. അപ്പം മോൻ ചോദിക്കും, എന്തിനാ അപ്പാ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പെൺവേഷം കെട്ടുന്നു? എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഞാനും ഇടയ്ക്ക് പെൺവേഷമൊക്കെ കെട്ടാറുണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൻ അടുത്തില്ലാത്തത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഇതും പറഞ്ഞ് മോൻ കെട്ടിപ്പിടിക്കും. ഹീറോയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭാര്യയുടെ അടുത്ത് മോനാക്കിയിട്ട് ഭാര്യയോട് നന്ദി പറയും. നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നാൽ പോലും നീ എൻ്റെ അമ്മയെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് നന്ദി. ഭാര്യ ഹീറോയുടെ തോളത്ത് തട്ടിയിട്ട് നീ ഇപ്പോൾ പഴയതുപോലെയല്ല, കുറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നും പറഞ്ഞ് അവൾ പോകും. അത് കഴിഞ്ഞ് ഹീറോ പിറ്റേന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ വലിയൊരു ന്യൂസ് വൈറലായിട്ടുണ്ട്. സംഭവം നേരത്തെ ഹീറോ ഒരു പാർട്ടിയിൽ സംസാരിച്ച ഓഡിയോ ലീക്കായില്ലേ, ആ ഓഡിയോ ലീക്ക് ചെയ്തത് സിയോങ്കി ആണെന്നുള്ള ന്യൂസാണ് വൈറലായിരിക്കുന്നത്. അതിന് കാരണക്കാരി സിയോങ്കിയാണ്. ഒരു പ്രൈവറ്റ് ചാറ്റാണ് അവള് ലീക്ക് ചെയ്ത് പാവപ്പെട്ട മനുഷ്യന്റെ ജോലി കളഞ്ഞെന്നും പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ന്യൂസാണ് വൈറലായിരിക്കുന്നത്. ഇതറിഞ്ഞ ഹീറോ ഓടി സിയോങ്കിയുടെ അടുത്ത് വരും. സിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണല്ലോ, നിങ്ങൾ മനസ്സിൽ തോന്നിയിട്ടുള്ള യാഥാർത്ഥ്യമായ കാര്യമാണ് പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു റോങ് ആയിട്ടുള്ള റൂമർ പരന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കും. അപ്പൊ സിയോങ്കി, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, താൻ ഹവായി പോയി വന്നതിന് ശേഷം എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ, എന്താണത്? ഹീറോ പറയും, എനിക്കത് ഓർമ്മയില്ല, ഞാൻ എന്താണ് ആ നേരം പറഞ്ഞെന്നുള്ള ഓർമ്മയില്ല, ഓർമ്മ വരികയാണെങ്കിൽ പിന്നീട് പറയാം. അപ്പൊ സിയോങ്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അത് കഴിയുമ്പോൾ ഹീറോ നേരെ ഇവരെ MD വന്ന് കാണും. MD ആണെങ്കിൽ കൂടുള്ള ക്രൂവിൻ്റെ ഒപ്പം ഹീറോയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. താൻ കാരണമാണ് നമ്മുടെ കമ്പനി ഇപ്പോൾ നമ്പർ 1 ആയിട്ട് വളർന്നിരിക്കുന്നത്, കൺഗ്രാറ്റുലേഷൻസ്, തന്നെ ഞങ്ങൾ ഈ കമ്പനിയുടെ തന്നെ സീനിയർ പൈലറ്റായിട്ട് നിയമിച്ചിരിക്കുകയാണ്, സന്തോഷമായില്ലേ? അപ്പൊ ഹീറോയിൻ MDയുടെ അടുത്ത് വന്നിട്ട്, മാഡം എല്ലാവരെയും പോകാൻ പറയണം, എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയും. എന്നിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ സിയോങ്കിനെ പറ്റി ഒരു മോശമായ റൂമർ പരന്നുകൊണ്ടിരിക്കുന്നു, വൈറലായിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് കേട്ട് MD പറയും, നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് ആ ന്യൂസ് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത്, ആൾക്കാരെ ശ്രദ്ധ ഇപ്പൊ ആ ന്യൂസിലുണ്ടായിക്കോട്ടെ, അതാണ് നമ്മുടെ കമ്പനിക്ക് നല്ലത്, ഞങ്ങളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്ന് MD പറയും. അതിന് കാരണം ഹീറോ ആണെന്നാണ് പറയുക. എന്താന്ന് വെച്ചാൽ അന്ന് വിമാനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് കൺട്രോൾ റൂമിലെ ആൾക്കാരോടും പാസഞ്ചേഴ്സിനോടും സംസാരിച്ചത് ഒരു പുരുഷന്റെ ശബ്ദമായിരുന്നു. അതവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ ലേഡി വേഷം കെട്ടിയ ഹീറോ അല്ല, ആ കോമയെ കിടക്കുന്ന പൈലറ്റ് ആണെന്നാണ് വേറെ ഒരു ന്യൂസ് പരന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ന്യൂസ് വന്നാൽ അത് ഇവരെ എയർലൈൻസ് കച്ചവടത്തിന് ഒരു കുറവുണ്ടാക്കും. ആ ന്യൂസിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അത് നിനക്ക് നല്ലതല്ലേ? ഇത് കേൾക്കുമ്പോൾ ലേഡി ഹീറോ പറയും, എനിക്കെന്തോ ഇതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല മാഡം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല എന്നും പറഞ്ഞ് ഹീറോ ഇറങ്ങിപ്പോവുക.
അപ്പൊ MD ഹീറോ സംസാരിച്ച അന്നത്തെ വോയിസ് റെക്കോർഡ് ഹീറോയ്ക്ക് എന്നെ കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ കരുതുന്നുണ്ടോ ഇത്രയും കാലമായിട്ട് നീ ആരാണെന്ന് എനിക്കറിയില്ലെന്ന്? നീ ഈ കമ്പനി വന്ന കുറച്ച് നാളുകളിൽ തന്നെ എനിക്കത് അറിയായിരുന്നു. നീയാണ് ഹൻ ജങ് വോ എന്ന്. പക്ഷെ നീ കാരണം കമ്പനിക്കൊരു ലാഭം ഉണ്ടായതുകൊണ്ട് ഞാനത് ആരോടും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോ നീ ഞങ്ങളുടെ കമ്പനിക്കൊരു ത്രെട്ട് ആവുകയാണെങ്കിൽ ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. അപ്പൊ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഈ രാജ്യം നിന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുക? നിന്റെ കുടുംബം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പണം, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുക. കൂടുതൽ ധിക്കാരം കാണിച്ചാൽ നിന്റെ ജീവിതം ഇല്ലാതാകും. ഇപ്പൊ ഞാൻ പറയുന്ന ഐഡിയ കേൾക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ലാഭമേ ഉള്ളൂ. ഒരു വർഷം നീ ഈ പെൺവേഷം കെട്ടി നമ്മുടെ കമ്പനി തന്നെ ജോലി ചെയ്തോ. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് പോകുന്ന പോലെ ഒരു റിസൈൻ ലെറ്ററും വെച്ചിട്ട് പഴയ വേഷം തന്നെ ധരിച്ച് ആണായിട്ട് തിരിച്ചു പോയോ. ഈ വിവരം ഞാൻ ആരോടും പറയില്ല, നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഈ ഡീലിന് നീ സമ്മതിക്കണം. നാളെ നമ്മുടെ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ ഞാൻ നിന്നെ സീനിയർ ക്യാപ്റ്റനായിട്ട് എല്ലാവരും അറിയിക്കും. അതിന് തയ്യാറായിട്ട് വാന്ന് പറഞ്ഞ് ഹീറോയെ MD ഭീഷണിപ്പെടുത്തി പറഞ്ഞോടും. അന്ന് വൈകുന്നേരം 4-5 ബീറൊക്കെ അടിച്ചിട്ട് ഹീറോ അവന്റെ അമ്മയ്ക്ക് വിളിക്കുക. അമ്മയ്ക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അമ്മയെ വിളിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവൻ അമ്മയെ വിളിക്കുന്നു. ഭൂമിയിൽ അമ്മയാണല്ലോ ഒരാള് നമ്മളെ തെറ്റിന്ന് ശരിയായ പാതയിലൂടെ നമുക്കൊരിക്കലും മോശം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നന്മയുടെ വഴി പറഞ്ഞുതരാ. അങ്ങനെ തനിക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, താൻ ചെയ്യുന്നത് ശരിയല്ല, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഏത് പാതയാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഹീറോ അമ്മയെ വിളിക്കും. ഞാൻ പൈലറ്റ് ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അമ്മ, എന്നിട്ടും എനിക്ക് തൃപ്തിയില്ല. ഞാൻ എന്തിനാണ് ഈ പൈലറ്റ് ജോലി ചെയ്യണേന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും? അത് കേൾക്കുമ്പോൾ അമ്മ പറയും, പണ്ട് എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയായിരുന്നു. നീയാണ് നിർബന്ധിച്ച് എന്നെ ഫ്ലൈറ്റിൽ പറഞ്ഞു വിട്ടത്. ഒരു തവണ പറന്നപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് പല തവണ ഞാൻ ഫ്ലൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നീയാണ് അതിന് കാരണക്കാരൻ. ചില കാര്യങ്ങൾ നമുക്ക് ഒരു തവണ ചെയ്താലേ അത് നല്ലതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നീ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ലതാണെങ്കിൽ വീണ്ടും ചെയ്യും, മോശമാണെന്നറിഞ്ഞാൽ പിന്നീട് അത് തുടരരുത്. നീ നിന്നെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കേണ്ട. അതൊരു ജീവിതമല്ല. നിനക്ക് ചുറ്റുമുള്ളവരെ പറ്റിയും ചിന്തിച്ചിട്ട് നീ തീരുമാനമെടുക്കുക. അമ്മ ഹാപ്പിയാണ് ഇവിടെ. എൻ്റെ മോന് നല്ലതേ വരൂ. കൂടുതൽ കുഴപ്പങ്ങളെടുത്ത് തലവെക്കാതെ എല്ലാം നീ സോൾവ് ആക്കിയേക്ക്. അമ്മ വീണ്ടും മീൻ പിടിക്കാൻ പോവാണ്. ഇനി തിരിച്ചു വരുമ്പോൾ ഹാപ്പിയായ എൻ്റെ മോനെ മാത്രമേ ഞാൻ കാണാൻ പാടും. ഇതും പറഞ്ഞ് അമ്മ കോള് കട്ട് ചെയ്യും. പിറ്റേന്ന് നമ്മുടെ ഹാനെ എയർലൈൻസിന്റെ ആ വലിയ ഇവന്റ്, ഹീറോയെ പ്രഥമ പൈലറ്റായി ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന അവരെ കമ്പനി ഇവന്റ്, ഒരു ആമുഖ പ്രഭാഷണമൊക്കെ കൊടുത്തിട്ട് MD ഹീറോയിനെ സ്റ്റേജിലേക്ക് വിളിക്കും. അവളായ അവനാണ് അടുത്ത സീനിയർ പൈലറ്റ് എന്ന് പറയും. അത് കഴിയുമ്പോൾ ഹീറോയുടെ പ്രസംഗം. ഹീറോ അവന്റെ പേരൊക്കെ പറഞ്ഞ്, ലേഡിയായ പേരൊക്കെ പറഞ്ഞ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി കമ്പനിക്കാർ പറഞ്ഞു കൊടുക്കുന്ന എന്തോ അതാണ് പറയേണ്ടത്. എന്നാൽ അവൻ തന്റെ ഇയർഫോൺ വലിച്ചെറിഞ്ഞിട്ട് അവൻ എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയും. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹൻജ മീനല്ല, ഹൻ ജങ് വോ ആണ്. ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ സൗന്ദര്യമുള്ള ബൊക്കെ ഫ്ലവേഴ്സാണ്. അവരെക്കുറിച്ച് മോശം പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പൊ സോറി പറയുന്നു. ഇനി ഞാൻ ആരാണെന്ന് പറയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു പെണ്ണല്ല, ഞാനൊരു പുരുഷനാണ്. പൈലറ്റ് ജോലി തുടരാൻ വേണ്ടി ഞാൻ കെട്ടിയ വേഷമാണിത്. കാരണം എനിക്ക് ആ ജോലി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇനിയും വേഷം കെട്ടി ആൾക്കാരെ പറ്റിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു നല്ല പൈലറ്റായി ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിനും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ അന്ന് ഹീറോയാണ് അവന്റെ സ്വരത്തിൽ, പുരുഷ സ്വരത്തിൽ സംസാരിച്ച് ജനങ്ങളെ രക്ഷപ്പെടുത്തിയത്. അന്ന് എന്ത് മന്ത്രജാല വിദ്യ കാണിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയെന്നറിയില്ല. എന്തായാലും ഹീറോ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി. അത് ലേഡി വേഷം കെട്ടിയ ഹീറോ തന്നെയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യായി. അന്നത്തെ പുരുഷ ശബ്ദം ഹീറോയുടെ തന്നെയായിരുന്നു. ഇനി എനിക്ക് ഈ വേഷത്തിന്റെ ആവശ്യമില്ല. കിട്ടുന്ന ശിക്ഷ എന്താണെങ്കിലും ഞാനത് ഏറ്റെടുത്തോളാം, മനസമാധാനത്തോടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവനവന്റെ വസ്ത്രം അഴിക്കാൻ തുടങ്ങും. അപ്പൊ അനിയത്തി വീട്ടിൽ നിന്ന് ചിരിച്ചോണ്ട് ഇത് കാണുന്നുണ്ടാവും. അവനങ്ങനെ വസ്ത്രം അഴിച്ചു. ഇനി ഒരാളോട് എനിക്ക് മാപ്പ് പറയാനുണ്ട്, അത് ഞാൻ നേരിട്ട് പോയി പറയാന്ന് പറഞ്ഞ് ഹീറോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് നമ്മുടെ സിയോങ്കിന്റെ അടുത്തേക്ക്. പുറകെ തന്നെ പത്രക്കാർ ഓടി വരുന്നുണ്ട്. ഇവൻ സിയോങ്കിയുടെ അടുത്തേക്ക് ഓടി വന്ന് എനിക്ക് മാപ്പ് തരൂ എന്ന് പറയുമ്പോഴേക്കും അവൾ ഇവന്റെ കരണക്കുറ്റിക്ക് ഒരെണ്ണം പൊട്ടിക്കും. എന്നിട്ട് പറയും, ഹൻജോങ് വോന്റെ മാപ്പാണ് എനിക്ക് കിട്ടിയത്, ജോങ്മിന്റെ മാപ്പ് കിട്ടിയിട്ടില്ല. അതായത് ഹീറോ ആ ലേഡിയായിട്ട് അഭിനയിച്ച ലേഡി ക്യാരക്ടറിന്റെ മാപ്പ് കിട്ടിയിട്ടില്ല എന്ന്. ഹീറോ 2 കവളത്തും കൈവച്ചിട്ട് ജോങ്മിന്റെ മാപ്പും കൂടെ ഞാൻ പറയുന്നു എന്ന് പറയും. പെണ്ണുവേഷം കെട്ടി നല്ലൊരു സുഹൃത്തായിരുന്നല്ലോ ഹീറോ, എന്നിട്ട് പറ്റിച്ചു എന്നുള്ള വിഷമായിരിക്കും അവൾക്ക്. എന്തായാലും 2 തല്ല് കിട്ടിക്കഴിയുമ്പോൾ തല്ല് കിട്ടുമ്പോഴാണോ ഫോട്ടോ എടുക്കണമെന്ന് അവൻ പത്രക്കാരോട് ശകാരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു ലവ് സ്റ്റോറി എൻഡിങ് ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ കുഴപ്പമില്ലാതെ ആ സീൻ അവസാനിച്ചു. ഇപ്പൊ ഹീറോ ആൾമാറാട്ടം നടത്തിയതിന് ചെറിയ കേസൊക്കെ ഉണ്ട്. അതേപോലെ ജോലിയിൽ തുടർന്ന് പോകാനും പറ്റില്ല. മീഡിയ ആണെങ്കിൽ ഹീറോയെ വിടുന്ന മട്ടുമില്ല. എല്ലാ പ്ലേസിലും അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1 വർഷം കഴിഞ്ഞു. അമ്മയും പെങ്ങളും ഒക്കെ പഴയതുപോലെ തന്നെ സന്തോഷത്തിൽ. തന്റെ മോനും ഭാര്യയുടെ ഡാൻസ് ക്ലാസ്സിൽ നല്ലൊരു സ്റ്റുഡൻ്റായി ഡാൻസ് ഒക്കെ പഠിച്ചു വളരുന്നു. ഹീറോ ഇപ്പോഴും സെപ്പറേറ്റഡ് ആണ്. ഇങ്ങോട്ടോ യാത്ര പോകുന്ന സമയത്ത് യാദൃച്ഛികമായി
പഴയ കൂട്ടുകാരിയെ കണ്ടുമുട്ടും. അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. എന്നാലും അവൾക്ക് ദേഷ്യമില്ല. അവൾ ചിരിച്ചു കാണിക്കും. വേറെ ഏതോ കമ്പനിയിൽ ഇപ്പോൾ അവൾ ക്യാപ്റ്റനാണ്. അവിടുന്ന് ഹീറോ ഇപ്പോൾ അമേരിക്കയിലേക്കാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പൊ യാത്രക്കാരെ കൊണ്ടുപോകുന്ന പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ല, എന്നാലും പ്രൈവറ്റ് പ്ലെയിനുകൾ ഓടിക്കാം. അതുകൊണ്ട് അമേരിക്കയിലെ ഒരു കുഗ്രാമത്തിൽ കുറച്ച് ചെറിയ ചെറിയ പ്ലെയിനുകളുണ്ട്. അതൊക്കെ ഓടിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകനിപ്പോൾ. ഇനി വേഷങ്ങളുടെ ആവശ്യമില്ല. അവിടെ വെച്ച് ഈ പൈലറ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.